എങ്ങോട്ടാ പോയെന്ന് വല്ല നിശ്ചയമുണ്ടോ? അത് 300 രൂപ പെട്രോൾ അടിച്ച കണക്കാ. ബില്ലും അങ്ങ് മറന്നുപോയി. അതാ കണക്കിൽ വരാഞ്ഞത്. പക്ഷേ ഈ ബാലൻസ് ഉള്ള 8 രൂപ അതൊരു ചോദ്യചിഹ്നം പോലെ എന്റെ മുന്നിൽ ഇപ്പോഴും നിൽക്കുക. അത് വല്ല പള്ളിയിലോ അമ്പലത്തിലോ നേർച്ചിട്ടതായിരിക്കും. അതുകൊണ്ടാ പിള്ളേ താനാ കണക്ക് ഓർക്കാത്തത്. പക്ഷേ എന്നാലും അതെന്റെ കണക്ക് കയറണ്ടേ? ഭഗവാന് കൊടുക്കുന്നതൊക്കെ കണക്കി പെടുത്തുന്നത് എന്തിനാ പിള്ളേ? അത് ഞങ്ങള് കണക്ക പിള്ളമാർ സ്ഥിരം പറയുന്ന ഒരു പഴഞ്ചൊല്ല് കേട്ടാ എല്ലാം കൃത്യമാവും. ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നാ പറയുന്നത്. ശാലിനി, എന്താ മോളെ വൈകിയത്? ചില അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു സത്യാമ്മേ. ഫ്രഷ് ആയിട്ട് വാ, ഞാൻ പൊന്നിയോട് ചായ എടുക്കാൻ പറയാം. പൊന്നി, പൊന്നി വരുന്നു സത്യാമ്മേ. ഈ ക്യാഷ് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണോ? ഇത് ഇന്ന് പിരിഞ്ഞു കിട്ടിയ കാശ. ഇനി ഇത് പലിശ ആരുതായിരുന്നോ അവർക്ക് കൊടുക്കും, അല്ലേ സത്യാമ്മേ? എങ്കിൽ പിന്നെ എനിക്കൊരു 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അതെന്ത് പറ്റി പെട്ടെന്നൊരാവശ്യം? സത്യയുടെയും പപ്പിയുടെയും കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട് പണി തുടങ്ങാനാ. തുടങ്ങിക്കഴിയുമ്പോ ഫണ്ട് വരും, അപ്പൊ തിരിച്ചു തരാം. തിരിച്ചു തരുന്നത് വാങ്ങിക്കുന്നവരുടെ സൗകര്യം പോലെ ആയിക്കോട്ടെ. പക്ഷേ പണം തിരിച്ചു തരുന്നത് വരെയുള്ള പലിശ അതെനിക്ക് കൃത്യമായിട്ട് കിട്ടണം. അത് തരാൻ തയ്യാറാണെങ്കിൽ പണം തരാൻ ഞങ്ങളും തയ്യാറാണ്, അല്ലേ പിള്ളേ? അതെ, അതാ അതിന്റെ ശരി. ആ പിന്നെ മറ്റൊന്നു കൂടിയുണ്ട്. 1 മാസത്തെ പലിശ എടുത്തിട്ടേ തരൂ. ആ ഒരു കുറവ് ഈ 1 ലക്ഷത്തിൽ കാണും. സമ്മതിച്ചു. മറ്റെന്തെങ്കിലും പേപ്പറിൽ ഒപ്പിടണോ? കളക്ടറല്ലേ, ഞങ്ങൾക്ക് വിശ്വാസം. പിന്നെ ഒരു ഉറപ്പിന് വേണ്ടി ഒപ്പിട്ടൊരു ചെക്ക് ലീഫ് തരേണ്ടതായിട്ട് വരും. ശരി, സമ്മതിച്ചു. രാവിലെ ചെക്ക് ലീഫ് തരാം, അപ്പൊ പണം തന്നാ മതി. എന്താ സത്യാമ്മ വിളിച്ചത്? ശാലിനി വന്നിട്ടുണ്ട്, നീ അവക്ക് പെട്ടെന്നൊരു ചായ ഇട്ട് കൊടുക്ക. ശരി. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ അച്ചി വീട്ടിൽ ഒന്ന് പൊറുക്കണ്ടെന്ന്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശാലിനി കൊണ്ടുവന്നാക്കിയവരെ അവിടെ നിന്ന് ഒഴിവാക്കണം. അത് നമുക്ക് ചെയ്യാം. നോക്ക്, എന്തായാലും ശാലിനി 1 ദിവസം എന്ന് പറഞ്ഞല്ലേ കൊണ്ടുവന്നത്. 1 ദിവസം നോക്കാം, ഒരേ 1 ദിവസം. നാളെ കട തുറക്കുന്നതിന് മുമ്പ് 3 പേരെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി തരാം. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇനി അടി കൂടണ്ട. മോള് കരയുന്നു, ഞാൻ എന്താണെന്ന് നോക്കട്ടെ. ഏത് സമയം ഇങ്ങനെ കരച്ചിലോട് കരച്ചില്, ശല്യം. ശ്യാമേ, നീ ഇത്രയും ക്രൂരയാവരുത്. നീ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചതല്ലേ? ഇതൊക്കെ ആരോട് പറയാനാ? സത്രമല്ലേ സത്രം, ആൾക്കാർക്ക് വന്ന് താമസിക്കാനായിട്ട്. ഹലോ പ്രകാശ്. എടോ, ഞാൻ പുറത്തുണ്ട്. ആ സെക്യൂരിറ്റി കാവലിനുണ്ട്. ഒരു തരത്തിൽ അടുക്കാൻ പറ്റുന്നില്ല. പ്രകാശ് എന്തായാലും ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. പ്രകാശിന് എന്റെ ഏട്ടനെ ഒന്ന് സഹായിക്കാൻ പറ്റൂ? ഏട്ടൻ പനി കൂടി റാണിയുടെ വീട്ടിൽ കിടക്കുക. ഹോസ്പിറ്റലിൽ പോവാൻ പറഞ്ഞിട്ട് കൂട്ടാക്കാതിരിക്കുക. ഒന്ന് ഏട്ടനെ പോയി നോക്കൂ
ഏത്? അന്ന് ഞാൻ വന്ന വീടാണോ? ആ അത് തന്നെയാ. തീരെ വയ്യെന്നാ പറഞ്ഞേ. ഒന്ന് പോയി നോക്കിയിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം ആവുമായിരുന്നു. പ്ലീസ്. അതിനെന്താ, ഞാൻ പോവാടോ. ചിലപ്പോ BP വേരിയേഷൻ ആയിരിക്കും. ഞാൻ സ്റ്റെതസ്കോപ്പും BP മോണിറ്ററുമായിട്ട് ഏട്ടന്റെ അടുത്തേക്ക് പോവാം. തന്റെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെയും കൂടി ഏട്ടനല്ലേ. ഞാൻ പോവാം. അവിടെ ചെന്നിട്ട് തന്നെ വിളിക്കുകയും ചെയ്യാം. ഓക്കെ പ്രകാശ്, താങ്ക്സ്. നമ്മൾ തമ്മിൽ ഇതിനൊക്കെ താങ്ക്സ് പറയേണ്ട കാര്യമുണ്ടോ? ഇതെന്റെ കടമ തന്നെയാണ്. ശരിടോ, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ശരി. ശിവേട്ട, ഈ പനി കടുത്തു വരുന്നതല്ലാതെ കുറയുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ഈ രാത്രി ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? നേരം വിളിക്കട്ടെ. ഇത്ര പനിയുണ്ടെങ്കിൽ എങ്ങനെയാ വെച്ചോണ്ടിരിക്കുന്നേ? എന്തെങ്കിലും ചെയ്യണ്ടേ? അച്ഛനെ ഇനി നോക്കണ്ട. നേരം വെളുത്തിട്ട് ഇനി ഇങ്ങോട്ട് വരൂ. അമ്മയാണെങ്കിൽ സുഖമില്ലാതിരിക്കുവോ. റാണി, ഒരു കാര്യം ചെയ്. ഒരു തുണി നനച്ചുണ്ടോ? നെറ്റിയിലിട്ട് നോക്കട്ടെ. പനിക്കൊരൽപ്പം ശമനം കിട്ടും. അത് ഞാൻ കൊണ്ടുവരാം. പക്ഷേ ഈ പനി അങ്ങനെയൊന്നും കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശാലിനി ചേച്ചിയോട് വിവരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചേച്ചി ഒറ്റയ്ക്കല്ലേ, എങ്ങനെ വരാനാ?